നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് തിരിച്ചടി. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല, ജയിലിൽ തന്നെ തുടരും. ജാമ്യാപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി തള്ളി. പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ച് കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം അന്വേഷണ സംഘത്തിന് കൈമാറി. വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട് SITക്ക് നൽകി. റിമാൻഡിൽ കഴിയുന്ന KP ശങ്കർദാസിനെ ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. മലപ്പുറത്ത് ആൺസുഹൃത്ത് കൊലപ്പെടുത്തിയ 14-കാരിയുടെ പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ. ലൈംഗികമായി ഉപദ്രവിച്ചതിനു ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് ആൺസുഹൃത്തിന്റെ മൊഴി. വ്യാഴാഴ്ച കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിൽ. കൗമാരോത്സവം അവസാന ദിവസത്തിലേക്ക്. കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. കണ്ണൂർ 1-ാം സ്ഥാനത്ത്. തൊട്ടുപിന്നിൽ കോഴിക്കോടും ആതിഥേയരായ തൃശൂരും. വേദിയിൽ ഇന്നും ജനപ്രിയ ഇനങ്ങൾ. ആവേശത്തിൽ പൂരനഗരി. കല്ലമ്പലം നാവായിക്കുളം യദുക്കാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം. 17 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. 4 പേരുടെ നില ഗുരുതരം. അപകടത്തിൽപ്പെട്ടത് തൃശൂർ കൊടകര MBA കോളേജിൽ നിന്നും പഠനയാത്രയ്ക്കായി എത്തിയ വിദ്യാർത്ഥിനി. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യമില്ല. ഹർജി പരിഗണിച്ച തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചു. വൻ തിരിച്ചടിയാണ് രാഹുലിനുണ്ടായത്. രാഹുൽ ജയിലിൽ തുടരേണ്ടി വരും. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ബിനോയ് കൃഷ്ണൻ നൽകും. ബിനോയ്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. MLAക്ക് കുരുക്കുമുറുകുന്നു എന്ന് തന്നെയാണ് ഓരോ നിമിഷവും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വരുമ്പോൾ മനസ്സിലാകുന്നത്. മൂന്നാം പീഡനക്കേസിലും ജാമ്യമില്ല. അതിജീവിതയുടെ രഹസ്യമൊഴി നിർണായകമാണ് ഈ കേസിൽ. മാത്രമല്ല, അപ്രതീക്ഷിതമായി എത്തിയ മൂന്നാം പരാതി രാഹുലിന്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടേ? തീർച്ചയായും അക്ഷയ, ഇത് ആദ്യത്തെ 2 കേസുകളിൽ എന്നതുപോലെ അല്ല. ഈ കേസിൽ പോലീസ് ഇടപെട്ട ഒരു രീതിയാണ് നിലവിൽ രാഹുലിനിപ്പോ വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത്. നിലവിൽ മാവേലിക്കര സബ് ജയിലിലാണ് രാഹുൽ ഉള്ളത്. ഇന്നിപ്പോ മൂന്നാം ബലാത്സംഗ കേസിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഈ ജാമ്യം നിഷേധിക്കുമ്പോൾ വീണ്ടും ജയിലിൽ തന്നെ തുടരേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യത്തെ 2 കേസുകളിലും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയോ അന്വേഷണ സംഘത്തിൽ നിന്ന് മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷെ ഈ കേസിൽ പോലീസ് ഡയറക്റ്റ് ആക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. യാതൊരു മുന്നറിയിപ്പും കൊടുക്കാതെ ഈ കേസിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കേസ് നേരിട്ട് പോവുകയും മേൽക്കോടതികളിലേക്ക്, അതായത് ഇത്തരം കേസുകളിൽ അതായത് ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ, അതായത് ജീവപര്യന്തം വരെ കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ 7 വർഷത്തിന് മുകളിൽ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള അങ്ങനെ വകുപ്പുകളുള്ള കേസുകളിൽ മജിസ്ട്രേറ്റ് കോടതികൾ സാധാരണ ജാമ്യം നൽകാറില്ല. അത് മേൽക്കോടതിയിലാണ് നൽകുക. അങ്ങനെ ജാമ്യം കൊടുക്കുന്നെങ്കിൽ തന്നെ മേൽക്കോടതികളിലാണ് നൽകുക. അപ്പോ ഈ കീഴ്വഴക്കം അതായിരിക്കെ ഇതിപ്പോ പോലീസിന്റെ ഈ ഒരു ആക്ട് മൂലം, അതായത് തിരുവല്ലയാണ് ജൂറിസ്ഡിക്ഷൻ, ഈ സംഭവം നടന്ന പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് തിരുവല്ല ആയതുകൊണ്ട് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഈ കേസ് എത്തുകയും അങ്ങനെ സബ് കോടതിയിലേക്ക് റിമാൻഡിലായി പോവുകയും ചെയ്തു. ജാമ്യം നൽകുന്ന കീഴ്വഴക്കം ഇല്ലാത്തത് കൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിലും ജാമ്യം ലഭിക്കുമെന്ന് പ്രതിഭാഗം പ്രതീക്ഷിച്ചിട്ടുമില്ല. ഇനിയിപ്പോ സ്വാഭാവികമായ നടപടി എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ മേൽക്കോടതിയിൽ ജാമ്യ ഹർജി നൽകുക എന്നുള്ളതാണ് രാഹുലിന് ചെയ്യാനുള്ളത്. തിങ്കളാഴ്ചയോടെ അത് നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഉടൻ തന്നെ മേൽക്കോടതിയെ സമീപിച്ച് ജാമ്യ ഹർജി ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റ് കേസുകളിൽ വ്യത്യസ്തമായി പോലീസ് ഇങ്ങനെ ആക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇത് കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു. ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അടച്ചിട്ട മുറിയിലാണ് കഴിഞ്ഞ ദിവസം വാദം നടന്നത് എന്നുള്ളതാണ്. അതായത് പരാതിക്കാരിയുടെ സ്വകാര്യത അല്ലെങ്കിൽ സ്വകാര്യ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കണം. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു അടച്ചിട്ട കോടതിയിൽ വേണം, മറ്റാരും കേൾക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ പ്രതിഭാഗം അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത്തിനോടുകൂടി അഭിപ്രായം ചോദിച്ച് കേസുമായി ബന്ധമില്ലാത്ത മുഴുവൻ ആൾക്കാർ
ആൾക്കാരെയും കോടതിയിൽ നിന്ന് പുറത്താക്കി അടച്ചിട്ട മുറിയിൽ 2 മണിക്കൂറോളം ആണ് വാദം നടന്നത്. പരാതിക്കാരിയുടെ ശബ്ദ സന്ദേശം അടങ്ങുന്ന വീഡിയോ കോടതിയിൽ സമർപ്പിച്ചിരുന്നു പ്രോസിക്യൂഷൻ. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈബർ ആക്രമണങ്ങൾ സംബന്ധിച്ച് കോടതിയെ ധരിപ്പിച്ചു. സെനി നൈനാൻ എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം സഹചാരിയായ ആൾ പുറത്തുവിട്ടിരുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കമുള്ള കാര്യങ്ങളും അതിനുശേഷം ഉണ്ടായിട്ടുള്ള സൈബർ ആക്രമണങ്ങളും അതിനുശേഷം അതിജീവിത നടത്തിയ ശബ്ദ സന്ദേശം അതിന്റെ വീഡിയോ അടങ്ങുന്ന അത് തെളിവായി കോടതിയിൽ സമർപ്പിച്ചു. അതുപോലെ കൂടുതൽ ഇരകളുണ്ടെന്നും കൂടുതൽ അതിജീവിതകൾ വരേണ്ടതുണ്ടെന്നും ജാമ്യം കൊടുക്കരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു. സ്ഥിരം കുറ്റവാളിയാണ്, ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. അതുപോലെ തന്നെ MLA സ്ഥാനത്തിരിക്കുന്നയാളാണ്. ജാമ്യം നൽകിയാൽ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു. മറുഭാഗത്ത് അറസ്റ്റിൽ ചട്ടങ്ങൾ പാലിച്ചില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി പ്രതിഭാഗം മുന്നോട്ട് വെച്ചു. അതുപോലെ പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത്, റേപ്പ് ഉണ്ടായിട്ടില്ല. അത് പല കാരണങ്ങളും ചാറ്റുകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ ആ വാദം അംഗീകരിക്കുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ജാമ്യം നിഷേധിച്ചതിലൂടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ പരാതിക്കാരി ട്രോമയിലാണ് എന്ന് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ വോയിസ് ക്ലിപ്പിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അവരുടെ പരാതിയിലൊക്കെ അത് പറയുന്നുണ്ട്. നേരത്തെ വീഡിയോ കോൺഫറൻസ് വഴി മൊഴിയെടുത്തിരുന്നു. ഈ ചട്ടങ്ങൾ പാലിച്ചില്ല എന്നത്, അതുപോലെ ഈ വീഡിയോ കോൺഫറൻസ് വഴി മൊഴിയെടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ചട്ടങ്ങൾ പാലിക്കാത്തതിന്റെ കൂട്ടത്തിൽപ്പെടുത്തി പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയെങ്കിലും അതും സ്വീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ കോടതി നടപടികളൊക്കെ പലതും വീഡിയോ കോൺഫറൻസ് വഴി നടത്താറുണ്ട്. കോടതികൾ അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതാണ് നിലവിലുള്ള അവസ്ഥ. എന്തായാലും പ്രതിഭാഗത്തിന്റെ വാദങ്ങളൊന്നും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. തിരികെ മാവേലിക്കര സബ് ജയിലിലേക്ക് തന്നെ രാഹുലിന് പോകേണ്ടി വരും. തുടർന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ, അതായത് മേൽക്കോടതിയിൽ തിങ്കളാഴ്ച ജാമ്യ ഹർജി സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അക്ഷയ. ശരി, ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ റിട്ടയർഡ് SP സുഭാഷ് ബാബു കൂടി ചേരുന്നുണ്ട്. സർ, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യമില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. രാഹുലിന്റെ ജാമ്യ ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. അത്രത്തോളം കുരുക്ക് തന്നെയാണ് MLAക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ കോടതിയിൽ അടച്ചിട്ട മുറിയിലെ വാദങ്ങളെല്ലാം MLAക്ക് തിരിച്ചടിയായിരുന്നു. മാത്രമല്ല, വിദേശത്തുള്ള യുവതി നൽകിയ ഈ പരാതി അത് കടുത്ത നടപടികളിലേക്കും കടക്കാൻ സാധ്യതയുണ്ട്. നിലവിലെ കേസുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കാം ഇതിന്റെ മുന്നോട്ടുള്ള യാത്ര? അല്ല, ഇങ്ങനെയുള്ള വളരെ ഗൗരവതരമായ കേസുകൾ ഏത് പശ്ചാത്തലത്തിലായാൽ തന്നെ അതിനകത്ത് നിയമവശങ്ങളും പ്രതിക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടായാൽ പോലും ഈ മജിസ്ട്രേറ്റ് കോടതി സാധാരണ ഇങ്ങനെയുള്ള കേസുകളിൽ ജാമ്യം കൊടുക്കാറില്ല. ജാമ്യം കിട്ടുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ആസ്ഥാനത്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ജാമ്യം കിട്ടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് സെഷൻസ് കോടതിയിൽ നിന്ന് കിട്ടിയേക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഹൈക്കോടതിയിൽ പോയാൽ തീർച്ചയായിട്ടും ഈ കേസിൽ ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട്. അത് FIR രജിസ്റ്റർ ചെയ്ത മുതൽ അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നിയമപരമായിട്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് വീഴ്ച പറ്റി എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. അതൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധയോടും കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. നടപടി തന്നെ FIR രജിസ്റ്റർ ചെയ്തത് തന്നെ നിയമത്തിൽ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനുശേഷം അതിനകത്ത് അബദ്ധം പറ്റിയെന്ന് കണ്ട അവസരത്തിലാണോ പിന്നെ വീഡിയോ കോൺഫറൻസ് ചെയ്തു അതിന്റെ CD ഒക്കെ ആയിട്ട് എന്നിട്ട് ഈ ജാമ്യാവസ്ഥ സമയത്ത് തന്നെ അതുകൊണ്ടൊക്കെ ചെയ്ത് കോടതി ചെന്നിരിക്കുന്നത്. കാരണം അതവർക്ക് ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ തന്നെ പോലീസിന് തന്നെ അറിയാം. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ജാമ്യം കിട്ടില്ല എന്ന് നമുക്ക്. 2 കേസുകളിലും മുന്നേ രാഹുലിന് കോടതിയിൽ നിന്ന് ആശ്വാസം ലഭിച്ചിരുന്നല്ലോ. അതെ, അദ്ദേഹം ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി തന്നെ അദ്ദേഹം ഒളിവിൽ പോവുകയും ഒളിവിലിരുന്നു കൊണ്ട് ജാമ്യാപേക്ഷ കൊടുക്കുകയും അദ്ദേഹത്തിന്റെ വാദഗതികൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അത് ഒരു പരിധിവരെ വിജയിച്ചു എന്നുള്ളതാണ്. ഈ കേസിലായാലും ശരി, അദ്ദേഹം അങ്ങനെ ഒളിവിൽ പോകാൻ അദ്ദേഹത്തിന് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മുമ്പത്തെ വ്യവസ്ഥ അനുസരിച്ചിട്ട് ഒരു കേസിലെ വ്യവസ്ഥ അനുസരിച്ചിട്ട് അവിടെ പോലീസിന്റെ മുമ്പിൽ ഹാജരാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പോലീസ് നോട്ടീസ് കൊടുത്താൽ സ്വാഭാവികമായിട്ട് അവിടെ ഹാജരാകേണ്ടി വരും. അത് ഒളിവിൽ പോകുന്ന അവസരത്തിൽ ആ കേസിൽ നോട്ടീസ് കൊടുത്താൽ ഇല്ലെങ്കിൽ അതിന്റെ ജാമ്യം ക്യാൻസൽ ആയി പോകും. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ ജാമ്യ ഹർജി കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കോടതി നടപടികളുള്ളതുകൊണ്ട് ചാടിക്കേറി ആ കേസിൽ അറസ്റ്റ് ചെയ്യില്ല എന്ന് അദ്ദേഹം അറിയാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇദ്ദേഹം ഒളിവിൽ പോകാൻ കഴിയില്ല എന്ന് പോലീസിന് അറിയാം. അതുകൊണ്ട്
അഥവാ ഇനി ഒളിവിൽ പോയാലെങ്കിലും ഈ സാഹചര്യം പറഞ്ഞ് കോടതിയിൽ പോകാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തിന് രാത്രിയിൽ ചില നിയമപ്രശ്നങ്ങളൊക്കെ മറികടന്നുകൊണ്ടും അത് ശരിക്കും സാഹചര്യങ്ങൾക്ക് വിപരീത, അതായത് നിയമ സാഹചര്യങ്ങൾക്ക് വിപരീതമായിട്ട് അറസ്റ്റ് ചെയ്തതും. അതുകൊണ്ട് ആണ് അദ്ദേഹം അറസ്റ്റിലായി പോയാൽ അദ്ദേഹം ഒളിവിൽ പോയതിനു ശേഷം കോടതിയെ അന്ന് പിറ്റേ ദിവസം തന്നെ കോടതിയെ സമീപിക്കും, ഇന്ന സാഹചര്യം കൊണ്ട് ഞാൻ ഒളിവിൽ പോയി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ കോടതിയിൽ നിന്നൊക്കെ റിലീഫ് വാങ്ങിച്ചേനെ. അത് പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ട്. ജയിലിൽ പോകേണ്ട എന്തായാലും ശരി, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള എന്തൊക്കെ ന്യായീകരണങ്ങൾ ഉണ്ടായാൽ തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം ഇതേമാതിരിയുള്ള അധാർമിക കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല അത് എന്ന് വ്യക്തമാണ്. പിന്നെ അദ്ദേഹം MLA ആയതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ ലീലാവിലാസങ്ങളാണ് ഇതിലൊക്കെ പ്രതിപാദ്യ വിഷയം എന്നുള്ളതുകൊണ്ട് MLA എന്നുള്ള രീതിയിൽ നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാനില്ല. അതിന് മുമ്പ് ചെയ്ത ചെയ്തികൾ ഇപ്പൊ കൂട്ടി വായിച്ചുകൊണ്ട് വരുന്നതാണ്. മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ച രേഖകളെല്ലാം നിർണായകമായിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സാഹചര്യം നോക്കുമ്പം അത് ഒരു ക്രൂരമായ ബലാത്സംഗമാണെന്ന് കോടതിയിൽ ഒരു നിഗമനം എത്താൻ സാധ്യതയില്ല. പ്രാഥമിക ഘട്ടത്തിലുണ്ടായാലും ആത്യന്തികമായിട്ട് ആ കേസ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ അനുഭവത്തിൽ നിന്ന് കോടതി നടപടികൾ ഇതുവരെ ഉണ്ടായ കേസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്നും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. തീർച്ചയായും വളരെയധികം നന്ദി സർ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും മൂന്നാം ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യമില്ലാതെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഹർജി പരിഗണിച്ച തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ MLA ഇപ്പോൾ ജയിലിൽ തുടരുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് MLAയുടെ സ്ഥാനം അതുതന്നെയാണ് ചോദ്യചിഹ്നമായി ബാക്കിയാകുന്നത്. ആദ്യമായാണ് ഒരു MLAക്കെതിരെ ഇത്തരത്തിൽ തുടർച്ചയായ ആരോപണങ്ങൾ വരുന്നത് എന്ന് തന്നെയാണ് അതിലേറ്റവും പ്രസക്തമായ കാര്യം. അയോഗ്യതയെക്കുറിച്ചുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് സ്പീക്കർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് MLAയുടെ സ്ഥാനം, MLA എന്നുള്ള സ്ഥാനം അത് എത്രത്തോളം ഭദ്രമാണ് രാഹുൽ എന്ന് തന്നെയാണ് ഇനി അറിയേണ്ട മറ്റൊരു കാര്യം. എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഭിഭാഷകൻ അഡ്വക്കേറ്റ് അൻസർ തങ്ങൾ കുഞ്ഞോട് ചേരുന്നുണ്ട്. സാർ നമസ്കാരം. ഇപ്പോൾ അപ്രതീക്ഷിതമായി വന്ന മൂന്നാം പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അഴിക്കുള്ളിൽ തന്നെ തുടരേണ്ട സാഹചര്യമാണ്. MLAക്ക് ജാമ്യമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇനിയുള്ള കേസിന്റെ ദിശകളും അല്ലെങ്കിൽ നിയമവശങ്ങളും ഒക്കെ എത്രത്തോളം കുരുക്കാകും സൃഷ്ടിക്കുക? ജാമ്യം കിട്ടും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ച് കാണില്ല. ഇതൊരു മജിസ്ട്രേറ്റ് കോടതിയുടെ മുൻപിൽ ആദ്യത്തെ ബെയിൽ ആപ്ലിക്കേഷനാണ്. അദ്ദേഹം കസ്റ്റഡിയിലേക്ക് പോയതിനു ശേഷമുള്ള ഫസ്റ്റ് ബെയിൽ ആപ്ലിക്കേഷനാണ്. അത് കൈകാര്യം ചെയ്യുന്നത് ഒരു കീഴ്ക്കോടതിയാണ്, മജിസ്ട്രേറ്റ് കോടതിയാണ്. ഇതൊരു സെഷൻസ് ഒഫൻസ് ആണ്. ജില്ലാ കോടതി ട്രയൽ ചെയ്യേണ്ട കുറ്റകൃത്യമാണ് ഈ FIR-മായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഈ കോടതി എന്തായാലും, ഈ മജിസ്ട്രേറ്റ് കോടതി എന്തായാലും ഈ ജാമ്യം പരിഗണിക്കില്ല എന്നുള്ളത് തന്നെ എല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാകും. പ്രതിഭാഗം സെഷൻസ് കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലേ? 100%. ഇനി അതിന്റെ അപ്പീൽ കൊടുക്കുക, ഈ ബെയിൽ ഉത്തരവിനെതിരെ അപ്പീൽ കൊടുക്കുക എന്നുള്ളതായിരിക്കും. സെഷൻസ് കോടതിയിൽ അപ്പീൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പം ഈ അഭിഭാഷകൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും. അതാണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഇതിനകത്ത് പ്രോസിക്യൂഷൻ ഇന്ന് ഹാജരാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നടത്തിയിരിക്കുന്ന ആർഗ്യുമെന്റ് ഇദ്ദേഹം അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും. ഇദ്ദേഹം അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിൽ നിന്ന് മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ പറയാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ, അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ്, അദ്ദേഹത്തിന്റെ ഇതൊന്നും, ഈ ഡിവൈസ് ഒന്നും ഓപ്പൺ ചെയ്യാൻ പോലുമുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ടെക്നിക്കൽ തെളിവുകൾ, ഇദ്ദേഹത്തെ ഡിജിറ്റൽ തെളിവുകൾ ഇതിന് സ്വീകരിക്കേണ്ടതുണ്ട്, എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം ശക്തനാണ്. ഇദ്ദേഹം വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത, ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തവരെ ഭീഷണിപ്പെടുത്താനുള്ള സാഹചര്യം, ഇതൊക്കെ തന്നെയാകും പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് നടത്തിയ വാദങ്ങൾ. അതിപ്പം മജിസ്ട്രേറ്റ് കോടതി അത് നിരാകരിച്ചിരിക്കുകയാണ്. ജില്ലാ കോടതിയിൽ ഇതിനു മേളിൽ അപ്പീൽ പോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. സർ, ഇതിൽ ആദ്യമായിട്ടാണ് നമുക്കറിയാം MLAക്കെതിരെ ഇത്ര തുടർച്ചയായ ഒരു പീഡന കേസുകൾ പുറത്തു വരുന്നത്. 1, 2, 3 പക്ഷേ മൂന്നാമത്തെ കേസിൽ അല്പം
പാളി എന്ന് തോന്നുന്നു രാഹുലിന്. കാരണം എന്തെന്ന് വെച്ചാൽ ആദ്യത്തെ 2 കേസിലും സേഫായപ്പോൾ മൂന്നാമത്തെ കേസ് പെട്ടെന്ന് വന്ന് ഇങ്ങനെ അഴുക്കുള്ളിൽ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ച് കാണില്ല. കാരണം അത്തരത്തിലൊരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ, പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ എപ്പോഴേ നാട് വിട്ടേനെ MLA എന്ന ചോദ്യമാണ് തുടരെ വരുന്നത്. പക്ഷേ ഇതിലെ മറ്റൊരു കാര്യം, ഈ നിയമവശങ്ങളും നിയമക്കുരുക്കുകളും MLAക്ക് തിരിച്ചടിയാകുമ്പോൾ ഇതിൻ്റെ ചിന്ത അല്ലെങ്കിൽ മറ്റു കേസുകളുമായി ബന്ധപ്പെട്ട് ഇത് കോർത്തിണക്കി ഒരുമിച്ചായിരിക്കുമോ ഒരു വിധി നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരിക? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ നിയമസഭകളിലെ പല സംസ്ഥാനങ്ങളുടെ നിയമസഭകളുടെ ചരിത്രത്തിൽ എടുത്തു വെച്ച് പരിശോധിച്ചാൽ പോലും ഇതുപോലെ സീരിയസ് ആയ ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ട ഒരു MLA നമുക്ക് കാണാൻ കഴിയില്ല. ആദ്യത്തെ കുറ്റകൃത്യം വന്നപ്പോൾ സ്വാഭാവികമായും പൊതു ഇടങ്ങളിൽ നിന്നും രാഷ്ട്രീയ എതിരാളികൾ നടത്തിയ ഒരു വ്യാജ പരാതി, ഒരു ഫാൾസ് കംപ്ലൈന്റ് ആണ് എന്ന് ധരിച്ചവരാണ് ബഹുഭൂരിപക്ഷം പേരും. രണ്ടാമതൊരു പരാതി കൂടി വന്നപ്പോൾ അതും ചിലപ്പോൾ ഇത് നടക്കാത്തത് കൊണ്ട് അടുത്ത പരാതി വന്നു എന്ന് കരുതാം. ഇപ്പോൾ മൂന്നാമതൊരു പരാതി വന്നിരിക്കുകയാണ്. 3 ഇൻഡിവിജ്വലായ വനിതകളാണ് ഈ പരാതികൾ നൽകിയിരിക്കുന്നത്. ഈ പരാതി നൽകിയപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി കാണും, അല്ലെങ്കിൽ കോടതികൾക്കും മനസ്സിലായി കാണും, ഇതൊരു സീരീസ് ഓഫ് ക്രൈം ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന്. നാം എന്തായിരിക്കരുതല്ലോ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതിനകത്തുള്ളത്. പ്രധാനമായും ഇതിന്റെ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരും ഇതിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരും ഒക്കെ കരുതുന്നത് ഇതൊരു ബലാത്സംഗമാണോ, ഇത് പരസ്പരം സമ്മതിച്ച് ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്നത് ഒരു ബലാത്സംഗ കേസുകളാകുമോ എന്നതൊക്കെയാണ്. നിയമത്തിന്റെ അതുതന്നെയാണ് തനിക്കെതിരായ ബലാത്സംഗ കേസിൽ കെട്ടിച്ചമച്ചതാണെന്നും ജാമ്യാപേക്ഷയിൽ രാഹുലിന്റെ വാദത്തിൽ പ്രധാനമായി പറയുന്നത്. കാരണം യുവതിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നാണ് രാഹുൽ 3 കേസിലും ആവർത്തിക്കുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. എങ്ങനെയാണ് ഈ ഉഭയകക്ഷി സമ്മതം ഉണ്ടാവുന്നത്? ഒരാൾക്ക് എന്തെങ്കിലും ഓഫർ കൊടുത്താണോ? ഒരാൾക്ക് എന്തെങ്കിലും സാധിച്ചു തരാം, നിങ്ങൾക്കത് വിവാഹം കഴിക്കാം എന്ന വാഗ്ദാനം നൽകിയാണോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴേ അത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. എപ്പോഴാണ് ഉഭയകക്ഷി സമ്മതം ഉണ്ടാവുന്നത്? ആ ഉഭയകക്ഷി സമ്മതം, ഒരാൾ കല്യാണം കഴിക്കാത്ത ആളാണ്, മറ്റൊരാൾ ചിലപ്പോൾ വിവാഹിതയായിരിക്കാം, ഡിവോഴ്സ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത ആളായിരിക്കാം. ഈ ഉഭയകക്ഷി സമ്മതം എങ്ങനെ ഉണ്ടാകുന്നു എന്നൊരു ക്വസ്റ്റ്യനാണ് ഈ റേപ്പ് കേസിലേക്ക് പോകുന്നത്. അവിടെയാണ് റേപ്പ് കേസ് വരുന്നത്. ഉഭയകക്ഷി സമ്മതപ്രകാരം ചെയ്ത ഒരു പ്രവൃത്തി എങ്ങനെ ഒരു ബലാത്സംഗ കുറ്റമാവും എന്നുള്ളത് നിയമം കൃത്യമായ ഡെഫിനിഷൻ ഉണ്ട് ഇതിനകത്ത്. അങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പ്രതിയായിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു പ്രഗ്നന്റ് ആയ പെൺകുട്ടിയോട് അത് അബോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അതൊരു നിയമവിരുദ്ധമാണ്. 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാൻ പറ്റുന്ന ഒരു കുറ്റകൃത്യമാണ്. ഈ കുറ്റകൃത്യത്തിന്റെ പരാതി വന്നു കഴിഞ്ഞു. ഈ പരാതിയിൽ അന്വേഷണം നടക്കാതെ, ഇതിന്റെ ട്രയൽ നടക്കാതെ ഇതിനൊരു വിധി പറയാൻ കഴിയില്ല. ഇപ്പോഴുള്ള വസ്തുത എന്താണ്? ഇദ്ദേഹം ഇപ്പൊ ജയിലിലാണ്. എങ്ങനെ ജയിലിലായി? ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാത്രം മാറ്റിയതാണ്. ഇദ്ദേഹത്തിന് ജില്ലാ കോടതിയും ഹൈക്കോടതിയും ഉടൻ തന്നെ ജാമ്യം കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഇപ്പോൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ പ്രോസിക്യൂഷന്റെ വാദം ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം വലിയ ചായ കുടിക്കാൻ നേരത്ത് ചിരിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ നാം കണ്ടതാണ്. ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പ്രോസിക്യൂട്ടറിന്റെ വാദം അവിടെ നടന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നില്ല, അദ്ദേഹം നോട്ടീസ് കൊടുത്ത് ഒരു കുലുക്കവുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖത്തൊരു ആത്മവിശ്വാസം വെച്ച് നടക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. കാരണം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ നാടുനീളെ നടന്ന ഈ ഒരു സ്ത്രീകളെ വരുതിയിലാക്കുന്ന ഒരു ശ്രമമാണ് MLA നടത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചാറ്റുകളും അദ്ദേഹത്തിന്റെ കേസുകളൊക്കെ ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയ നാം എല്ലാവരും ഉപയോഗിക്കുന്നവരാണ്. സ്വാഭാവികമായും ഒരാളോടൊരു ഇഷ്ടം, ഒരു ആരാധന ഒരു രാഷ്ട്രീയ നേതാവിനോട് തോന്നുക സ്വാഭാവികമാണ്. ആ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർക്ക് അവരുടെ നേതാവ് ഏറ്റവും വലിയവൻ തന്നെയാണ്. അദ്ദേഹം തെറ്റ് ചെയ്യില്ല എന്ന ഉറപ്പോടുകൂടി തന്നെയാണ് ആ രാഷ്ട്രീയ പ്രവർത്തനം അവർ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ കൺമുമ്പിൽ കാണുന്ന ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലും അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് വിധി എഴുതുന്ന ആളുകൾ അനവധിയുണ്ട്, നാം കാണുന്നതുമാണ്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് 1 അല്ല 2 അല്ല 3 പരാതികളാണ് എത്തിയത്. എത്ര പേർ പരാതി പറയാൻ കഴിയാതെ വിഷമിച്ച് അത് ആരോടും പുറത്തു പറയാൻ കഴിയാതെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഓർത്ത് കഴിയുന്നവരുണ്ടാകും എന്ന് നമുക്ക് ഇപ്പോൾ പോലും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഒരാളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പരാതിയാണെങ്കിൽ അതിനെ നാം ആ രീതിയിൽ കണ്ടാനെ. ഇതിപ്പോ 3 പരാതികളായി. 3ാമത്തെ പരാതിയിൽ ഒരു രാത്രിയിൽ നടന്ന അറസ്റ്റിനെ കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായി ജാമ്യം എടുക്കാനുള്ള ഒരു റൈറ്റ് ഉള്ള ആളിനെ എന്തിന് അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ളത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ, ഇത്തരം സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ പോലീസ് രജിസ്റ്റർ ചെയ്താൽ പോലീസിന് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് പോലീസ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നത് ഓവർ ഫോണിലൂടെയാണ്, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ FIR എടുക്കാൻ കഴിയുമോ എന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ പറ്റും.
FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയും. FIR പ്രകാരം ഇദ്ദേഹത്തെ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസിനുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിച്ച് ഈ പരാതിയുമായി കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാനൊക്കെ പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. മജിസ്ട്രേറ്റിന് റിമാൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനിയിപ്പോൾ ജില്ലാ കോടതിയിൽ നിന്നോ ഹൈക്കോടതിയിൽ നിന്നോ ജാമ്യാപേക്ഷ മൂവ് ചെയ്യും എന്നാണ് ഞാൻ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. വളരെയധികം നന്ദി സാർ, ഈ അവസരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നിയമവശങ്ങളെല്ലാം കൂടുതൽ കുരുക്കിലേക്ക് തന്നെയാണ് രാഹുലിനെ കടത്തി ചെല്ലുന്നത്. മാത്രമല്ല ഇപ്പോഴെന്തായാലും ഈ ഒരു കേസിൽ തുടർ ഹർജികളും വാദങ്ങളും തുടരുമെന്ന് ഉറപ്പാണ്. എന്തായാലും മജിസ്ട്രേറ്റ് കോടതി ജാമ്യ ഹർജി തള്ളിയതോടെ പ്രതിഭാഗം ഉറപ്പായും അടുത്ത ജാമ്യത്തിനായി ഇന്ന് തന്നെ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കുടത്തിൽ MLAക്ക് ജാമ്യമില്ലാത്തത്. രാഹുലിന്റെ ജാമ്യ ഹർജി കോടതി തള്ളി. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുലിന് ജാമ്യം നിഷേധിച്ചത്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആക്ടിവിസ്റ്റ് ശ്രീമതി ധന്യാരാമൻ കൂടി ചേരുന്നുണ്ട്. ശ്രീമതി ധന്യാരാമൻ, രാഹുൽ മാങ്കുടത്തിൽ MLA അഴിക്കുള്ളിൽ തന്നെ തുടരും. വാദങ്ങളും ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് കോടതിയുടെ വിധി വരുന്നത്. പക്ഷേ തുടർന്നും അപ്പീലുമായി MLAയും കൂട്ടരും ഒരുങ്ങി തന്നെ നിൽക്കുന്നുണ്ട്. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നടന്ന MLA ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നാട് നീളെ നടന്ന സ്ത്രീകളെ വെറുതിയിലാക്കുന്ന ഒരു ജനപ്രതിനിധിയാണോ തെരഞ്ഞെടുക്കുന്നത് എന്നാണ് ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ 1ാം ബലാത്സംഗ കേസ്, 2ാം ബലാത്സംഗ കേസ്, 3ാം കേസ് എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ രാഹുലിന്റെ കേസുകൾ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ആൾക്കാർ പിന്നെ പരാതിയുമായിട്ട് നിൽക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ അപമാനിക്കപ്പെട്ട പെൺകുട്ടികളിൽ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കുറ്റകൃത്യം ചെയ്തിട്ടും രാഹുലിന് ഭയങ്കര കോൺഫിഡൻസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരുടെ ബോഡി ലാംഗ്വേജും അവർ മാനസികമായിട്ട് അവർ ഇതൊന്നും ബാധിക്കുന്നതേ വിഷയമേ അല്ല. ഇതൊരു മ്യൂച്വൽ കൺസെന്റ് ഉണ്ടെന്നുള്ള രീതിയിൽ ആ പെൺകുട്ടിയെ വീണ്ടും കുറ്റപ്പെടുത്തിയും അപമാനിച്ചും അവർക്കെതിരെ PR വർക്ക് ചെയ്തും ആണ് രാഹുൽ ഇപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വയം ഒന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഒരു കുറ്റബോധം പോലും ഇല്ലാത്തൊരു പ്രതി. ഇവരൊക്കെ എങ്ങനെ ജനപ്രതിനിധി ആയി എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇവരൊക്കെ മാന്യന്മാരായിട്ടുള്ള ജനപ്രതിനിധികളായിട്ട് ജനങ്ങൾക്കിടയിൽ അങ്ങനെ കഴിഞ്ഞേനെ. പരാതിയുമായിട്ട് മുമ്പോട്ടേക്ക് വന്നതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അയാൾക്ക് ജാമ്യം കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. അതുപോലെ തന്നെയായി, ജാമ്യം കിട്ടിയില്ല. ഇനി പിന്നെ പോലീസുമായിട്ട് അന്വേഷണത്തിനൊന്നും സഹകരിക്കുന്നില്ല. ഇതുവരെ ബാക്കി ലാപ്ടോപ്പിന്റെയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെയോ പാസ്വേഡ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ പുള്ളിക്ക് എല്ലാം നല്ല വ്യക്തമായിട്ടുള്ള ഒരു ഭയങ്കര മൈൻഡ് പവർ ആണ് ഈ കാര്യത്തിൽ. കണ്ടോ, തെളിവെടുപ്പിലൊക്കെ ഒരു കുലുക്കവും ഇല്ലാതെ നടക്കുന്ന MLA കാണാം. മുഖത്തേക്കാര ആത്മവിശ്വാസമാണ് കൂടുന്നത്. അതായത് ഇവര് PR വർക്ക് കൊടുത്ത് ഇവരെ കുറെ സോഷ്യൽ മീഡിയയിലേക്ക് ഇയാൾക്ക് കുറെ സപ്പോർട്ട് കിട്ടുമ്പോൾ ഇയാൾ വിചാരിക്കുന്നുണ്ട് ഇത് തന്നെയാണ് എല്ലാം. അതുകൊണ്ട് ഞാൻ പാലക്കാട് നിന്നാൽ ഞാൻ വീണ്ടും ജയിക്കും. ആ ഒരു കോൺഫിഡൻസ് മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾ ഓർത്ത് നോക്കി, നിരന്തരമായിട്ട് കുറ്റകൃത്യം ചെയ്യുന്ന ഒരാളുടെ, അറിഞ്ഞുകൊണ്ട് കുറ്റകൃത്യം ചെയ്യുന്ന ഒരാളുടെ മനസ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു കുഞ്ഞിനെ കൊന്നു, ഒരു കാര്യം കൂടെ, കാരണം ഇവരൊക്കെ പറയുന്ന പ്രതിഭാഗം പറയുന്ന ഒരു കാര്യം ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ്, അതുകൊണ്ട് കേസുകളിൽ പെടില്ല എന്നുള്ളൊരു വിശ്വാസം, അതൊക്കെ തന്നെയായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ കൂട്ടുകൂടുന്നത്. പിന്നെ ഇത്തരത്തിൽ ആളുകളെ സപ്പോർട്ട് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോഴും അത്രത്തോളം സപ്പോർട്ട് ഈ MLAക്ക് പുറത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. കാരണം അതിജീവിതയ്ക്കെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ധന്യ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാമോ? അതെ, കേൾക്കാം, പറഞ്ഞോളൂ. അതായത് 3 കേസ് ഉണ്ടായി രേഖാമൂലം പുറത്തു വന്നിട്ടും ഇവരുടെ ഒരു ധാരണ ഇയാൾ ഇനിയും MLA ആയി വരും, ഇയാൾക്ക് ഇനിയും ഒരു രാഷ്ട്രീയ ഭാവിയുണ്ട്, ഇവിടെ ഇങ്ങനെ പൊതുജനങ്ങളെ ഭരിച്ച് ജീവിക്കാം എന്നാണ് പുള്ളി കരുതുന്നത്. ആ ഒരു കരുതലിൽ നിന്നാണ് ഇത്രയും കോൺഫിഡൻസ് പുള്ളിക്ക് ഉണ്ടാകുന്നത്. അതാണ് ഈ കൂടെയുള്ളവർ പോലും അദ്ദേഹത്തെ വിലക്കുന്നില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിപ്പം മറ്റുള്ളവർ പറയുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പൊ അവരോട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അയാൾക്ക് അതിന്റെ ആവശ്യമില്ല, രാഹുലിന്റെ ആവശ്യമില്ല. ഇയാൾ ഇതെല്ലാം പ്രിപ്പയർഡ് ആണ്. ഇയാളൊരു മാനസിക തകർച്ചയില്ല. ഇയാൾ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞ് ഇയാൾക്ക് കുറ്റബോധമില്ല, പശ്ചാത്തലമില്ല. കുഞ്ഞുങ്ങളെ കൊന്നതിനെ കുറിച്ച് അയാൾ സംസാരിക്കുന്നില്ല, അബോർഷൻ ചെയ്ത. അപ്പൊ ഇയാൾ ഇതൊരു വലിയൊരു കൂട്ടായി നിൽക്കുന്ന ആളുകൾ ഈ അതിജീവിതമാരെ സൈബറായിട്ട് വലിയ രീതിയിൽ തന്നെ വിമർശനം ഉന്നയിക്കുകയാണ് പൊതുയിടങ്ങളിലെല്ലാം.
അതെ, വലിയ തോതിൽ ഇതുവരെ എനിക്ക് തോന്നുന്നു ഈ ഒരു റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള അതിജീവിതമാരുടെ ഇടയിൽ ഈ പെൺകുട്ടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ രതിജീവിത എന്നൊക്കെ ഇട്ടിട്ട് അതിനെ കമന്റ് ഇട്ട് വിളിച്ചിരിക്കുന്നത്. അതായത് സെക്സിന് വേണ്ടി അങ്ങോട്ട് പോയ പോലെ അങ്ങനെയൊക്കെ അത്രയും മോശം രീതിയിലാണ് ആ കുട്ടിയെ ഇവര് സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിന്റെ സത്യാവസ്ഥ ഒരു കുഞ്ഞിനെ നിർബന്ധപൂർവ്വം കൊല്ലുവാണ്. ഒരു സ്ത്രീയുടെ വയറ്റിലുണ്ടായ ഒരു കുഞ്ഞിനെ, അത് അമ്മയും കുഞ്ഞും തമ്മിലേക്ക് എങ്ങനെ ഉണ്ടായാലും ഒരു കുഞ്ഞിനായിട്ടുള്ള ആത്മബന്ധം ഒരിക്കലും നമുക്കത് വാല്യൂ ചെയ്യാൻ പറ്റത്തില്ല. അത് അൺകണ്ടീഷണലാണ്. അപ്പൊ എല്ലാ അമ്മമാരും നമ്മൾ ഇഷ്ടമില്ലാതെ നമ്മളൊരു കുഞ്ഞിനെ കൊല്ലേണ്ടി വരികയോ മരിക്കുകയോ ചെയ്താൽ നമുക്കത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റൂല. പക്ഷെ ഈ രാഹുലിനെ സംബന്ധിച്ച് അയാൾക്ക് ഇതൊരു വിഷയമേ ഇല്ല. പക്ഷെ ആ പെൺകുട്ടി ഇപ്പുറത്ത് അത് അതിഭീകരമായിട്ട് അത് അനുഭവിക്കുന്നുണ്ട്. അതാണ് ഇതിലെ വ്യത്യാസം. രാഹുലിന് കുറ്റബോധമില്ല. രാഹുൽ കൊല്ലണം എന്ന് വിചാരിച്ചു, അതിനെ കൊന്നു കളഞ്ഞപ്പോ രാഹുൽ ഓക്കെ ആയി. ആ കൊലയാണ് അയാൾ ലക്ഷ്യം വെച്ചിരുന്നത്. അയാൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ഇപ്പുറത്തെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുണ്ട്. അവരായിപ്പോയ ഒരു മാനസികാവസ്ഥയുണ്ട്. ഇനി എന്തെല്ലാം നമ്മൾ കളിച്ച് ചിരിച്ച് നടന്നാലും എങ്ങനെ നടന്നാലും ആ ഒരു പെയിൻ നമുക്ക് മറ്റുള്ളവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനോ എക്സ്പ്രസ് ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനಕ್ಕೆ ഇവരെ അവസാനിപ്പിക്കണമെന്നേ. ഇവരൊക്കെ പൊതുസമൂഹത്തിൽ മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് രാഷ്ട്രീയം ഉപയോഗിച്ച് ആരെങ്കിലും ഇത്രയും 3 കേസുകളിലൊക്കെ പെട്ട്, രേഖാമൂലം 3 ബാക്കിയോ? അപ്പൊ ഇത്രയും കേസുകളിലൊക്കെ പെട്ട് ഇത്രയും വേറെ നമുക്ക് എത്രയോ സമാനമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊന്നും ആരും ഒരു കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞതായി ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഭയങ്കര ഭീകരമാണെന്നേ. നമുക്ക് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് കുട്ടികളെ കൊല്ലുന്നതൊക്കെ. അത് അമ്മയ്ക്കും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവൾ പരാതിയായിട്ട് മുമ്പോട്ടേക്ക് വരുമായിരുന്നു. കുഞ്ഞിനെ കൊന്നത് അമ്മ ഓക്കെ ആണെങ്കിൽ അവര് പരാതിയായിട്ട് വരില്ല. പക്ഷെ അവർക്ക് അത്രയും പെയിൻ ഉണ്ട്. അവർ ജെന്യൂനാണ്, അവരുടെ സ്നേഹം ജെന്യൂനായിരുന്നു. ഇവന് കല്യാണം കഴിക്കാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, കുട്ടി ഉണ്ടാകാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചല്ലേ അവരോടായിട്ട് ഒരു കുഞ്ഞുണ്ടായത്. അപ്പൊ അത് ഉറപ്പായിട്ടും ഈ സ്ത്രീക്ക് നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഞാനത് അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നീതി ലഭിക്കണം അവർക്ക്. അപ്പൊ ജയിലിൽ കിടക്കട്ടെ. ഇനി ആ ജയിലിൽ കിടന്നിട്ടും കാര്യമില്ല. ഇയാളെ പോലെയുള്ള ആൾക്കാർ ജയിലിൽ കിടന്നിട്ട് കാര്യമില്ല. നിങ്ങൾ കണ്ടതല്ലേ ഇയാളുടെയൊക്കെ മെന്റൽ പവർ എന്തോ ആണെന്നുള്ളത്. എത്ര കൂളായിട്ടാണ് പോലീസുകാരുടെ ഇടയിൽ നിന്ന് തിരിച്ചറിയിക്കൊണ്ടുവന്ന് ഞാൻ ഇനിയും മത്സരിച്ചാൽ ജയിക്കും എന്നൊക്കെ പറയാനായിട്ട് ഉളുപ്പില്ലാതെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും പൊതുവേ ഇത്തരത്തിൽ MLA ഒക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങിയാൽ സാധാരണ കഴിഞ്ഞ ദിവസത്തെ കൊച്ചു കുട്ടികളടക്കം ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്ത് ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർക്ക് മുമ്പിൽ ജനപ്രതിനിധികൾ എങ്ങനെ ചെയ്യുന്നു? പിന്നെ അയാൾ ജയിലിൽ പോയില്ല എന്നുള്ള ഈ 2 കേസ് വന്നപ്പോഴും എല്ലാവരും പറഞ്ഞ ഇതാണ്. ഇത്രയും കുറ്റകൃത്യം ചെയ്തിട്ട് ഇയാൾ ജയിലിൽ പോയില്ല, ഇത്രേ ഉള്ളോ നിയമം, ഇത്രേ ഉള്ളോ നീതി എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞെടുത്താണ് മൂന്നാമതൊരാൾ പരാതിയായിട്ട് വന്ന് ഇയാൾ ജയിലിനകത്താവുന്നത്. അപ്പൊ അത് പൊതുസമൂഹത്തിന് അത് കുറച്ചും കൂടെ ഒരു മനസ്സിലാകും. അതുകൊണ്ട് തന്നെ വരും തലമുറയ്ക്ക് ഇതൊക്കെ ഒരു പാഠമാണ്. നിങ്ങൾ കണ്ടതല്ലേ 14 വയസ്സുള്ള പെൺകുട്ടി ഇന്നലെ 16 വയസ്സുള്ള ആളുടെ അത്രയും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ട് പോലും ആ കുഞ്ഞ് ഇറങ്ങി പോവുകയാണ് അവന്റെ കൂടെ പോയി അതിനെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്തു, അതിനെ കൊന്നു കളഞ്ഞു. അപ്പൊ നമ്മളിനി എന്തോരം പഠിക്കാനുണ്ട്. അതിനിടയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ കേസുകളൊക്കെ നമ്മൾ ശിക്ഷിച്ച് കാണിച്ചു കൊടുക്കണം ഇത് ഇങ്ങനെയാണെന്നുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സമൂഹം, നമ്മൾ എന്താണ് കുട്ടികൾക്ക് വരും തലമുറയ്ക്ക് മുമ്പിൽ നമ്മൾ വയ്ക്കുന്നത് എന്താണ്? തീർച്ചയായും അത് തന്നെയാണ്. കുറേയധികം ചോദ്യങ്ങൾ മാത്രമാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ബാക്കിയാകുന്നത്. വളരെയധികം നന്ദി ശ്രീമതി ധന്യ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും 3ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യമില്ല. ഹർജി പരിഗണിച്ച തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചു. വൻ തിരിച്ചടിയാണ് രാഹുലിനുണ്ടായത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.